നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐക്യരാഷ്ട്രസഭയിലെ കശ്മീർ വിഷയം ചൂണ്ടിക്കാട്ടി എല്ലാം ഓപ്പറേഷൻ സിന്ദൂർ ജനസമ്പർക്ക പരിപാടികളും റദ്ദാക്കണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മലേഷ്യ അവഗണിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ പല രാജ്യങ്ങളിലായിട്ട് സഞ്ചരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള നിലപാടുകളൊക്കെ തന്നെ അവിടെ സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് പാകിസ്ഥാൻ ഈ ഒരു കരച്ചിൽ കൂടി ഉയർന്നു കേൾക്കുന്നത്. പാകിസ്ഥാനെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ഒരു രാജ്യത്തോട്ട് എത്തുന്നതും അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അവർ വിവരിക്കുന്നതൊക്കെ തന്നെ തടയണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പാകിസ്ഥാനുള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും അതിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കൊളംബോയിലടക്കം പാകിസ്ഥാൻ അവർ പിന്തുണച്ചുകൊണ്ട് വന്ന നിലപാടടക്കം ഇന്ത്യൻ പ്രതിനിധി സംഘം അവിടെ എത്തി ആ നിമിഷം തന്നെ അവർ ആ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്രയേറെ ഇന്ത്യൻ സ്വാധീനം നമുക്ക് മറ്റൊരു സ്ഥലത്ത് ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മതം പറഞ്ഞുകൊണ്ട് സഞ്ജയ് ജായുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ 10 പരിപാടികൾ റദ്ദാക്കാനാണ് പാകിസ്ഥാൻ എംബസി മലേഷ്യൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത്. നമ്മളൊരു ഇസ്ലാമിക രാജ്യമാണ്, നിങ്ങളൊരു ഇസ്ലാമിക രാജ്യമാണ്, ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രദ്ധിക്കരുത്, മലേഷ്യയിലെ അവരുടെ എല്ലാ പരിപാടികളും റദ്ദാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9 അംഗ പ്രതിനിധി സംഘത്തിലെ അംഗമായ അഭിഷേക് ബാനർജി മലേഷ്യൻ സ്പീക്കർ ജോഹാരി അബ്ദുളുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാന്റെ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് മലേഷ്യൻ സർക്കാർ 9 അംഗ പ്രതിനിധി സംഘത്തിന് 10 നിർദ്ദിഷ്ട പരിപാടികളും സംഘടിപ്പിക്കാൻ അനുമതി നൽകി. ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ ഉൾപ്പെടുന്ന ബഹുരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന സ്റ്റോപ്പ് മലേഷ്യയായിരുന്നു. ശനിയാഴ്ച പ്രതിനിധി സംഘം ക്വാലാലംപൂരിൽ വിമാനമിറങ്ങി. JDU MP സഞ്ജയ് ജായുടെ നേതൃത്വത്തിൽ മലേഷ്യയിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ BJP MPമാരായ അപാരിജിത സാരംഗി, ബ്രിജ്ലാൽ, പ്രധാൻ ബറുവ, ഹേമാഷി ജോൺ, തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി, CPMന്റെ ജോൺ ബ്രിട്ടാസ്, കോൺഗ്രസിന്റെ സൽമാൻ ഖുർഷിദ്, മുൻ ഇന്ത്യൻ അംബാസിഡർ മോഹൻ കുമാർ എന്നിവരും ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദിന്റെ മന്ത്രിസഭയിലെ മുൻ മന്ത്രിയായിരുന്നു YB സിൻ നയിക്കുന്ന മലേഷ്യയിലെ പീപ്പിൾസ് ജസ്റ്റിസ് പാർട്ടി. ആ പാർട്ടിയെയും ഇന്ത്യൻ പ്രതിനിധി സംഘം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിലുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയ സമീപനം ഊന്നിപ്പറഞ്ഞതോടൊപ്പം തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും ആവർത്തിച്ചു. അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഭീകരാക്രമണ ഭീഷണികളോട് പ്രതികരിക്കുന്നതിൽ ഇന്ത്യയുടെ പുതിയ സാധാരണത്വം എടുത്തു കാണിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൂക്ഷ്മ ആക്രമണങ്ങളെക്കുറിച്ച് ഇന്ത്യൻ പ്രതിനിധി സംഘം മലേഷ്യൻ നേതാക്കളെ വിശദീകരിച്ചു. പാക് അധിനിവേശ കശ്മീർ കൈമാറാൻ ഇന്ത്യ തയ്യാറാകുമ്പോൾ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയിൽ ഏർപ്പെടാവൂ എന്ന് ഞായറാഴ്ച കോലാലംപൂരിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൃണമൂൽ MP അഭിഷേക് ബാനർജി പറഞ്ഞു. പഹൽഗാം സംഭവത്തിലെ ഇരകൾക്ക് എല്ലാ രാജ്യങ്ങളും അനുശോചനം രേഖപ്പെടുത്തിയെന്നും ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇന്ത്യയുടെ കൃത്യമായ ആക്രമണത്തെ അഭിനന്ദിക്കുന്നു എന്നും 5 രാഷ്ട്ര പര്യടനത്തിൽ നിന്ന് ഇന്ന് തിരിച്ചെത്തിയ ശേഷം സഞ്ജയ് ജാ വാർത്താ ഏജൻസിയായ PTAയോട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ മൂലം പാകിസ്ഥാന് നഷ്ടമായത് 6 യുദ്ധവിമാനങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരികയാണ്. അതായത് ബ്രീഫിംഗ് നടത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം നഷ്ടങ്ങൾ തന്നെ പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇതിനെതിരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യമിട്ടതോടെയാണ് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വിലയേറിയ യുദ്ധവിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഒരു C-130 മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, 2 നിരീക്ഷണ വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ, 30-ലധികം വരുന്ന മിസൈലുകൾ, നിരവധി ഡ്രോണുകൾ എന്നിവയാണ് 4 ദിവസം നീണ്ട സംഘർഷത്തിൽ പാകിസ്ഥാന് നഷ്ടപ്പെട്ടത്. സൈന്യം നടത്തിയ സാങ്കേതിക അവലോകനത്തിലാണ് ഈ ഡാറ്റകൾ ലഭ്യമായത്. 6 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായതും അതിലൊന്ന് ഇലക്ട്രോണിക് വാർഫെയറിന് ഉപയോഗിക്കുന്നതോ വ്യോമാക്രമണം മുൻകൂട്ടി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന അവാക്സ് വിമാനമോ ആകാം. ഇന്ത്യയുടെ പക്കലുള്ള റഷ്യൻ നിർമ്മിത S-400 സംവിധാനം പാകിസ്ഥാനിൽ നിന്നുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനുള്ളിൽ വെച്ച് തന്നെ ഈ വിമാനത്തിനെ വെടിവെച്ചിട്ടു എന്നാണ് വിവരം. 300 കിലോമീറ്റർ ദൂരെ നിന്നാണ് S-400 എന്ന സുദർശൻ ചക്ര ഈ വിമാനത്തിനെ വെടിവെച്ചിട്ടത്. ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ ബൊലാരി വ്യോമതാവളത്തിലുണ്ടായിരുന്ന മറ്റൊരു സ്വീഡിഷ് നിർമ്മിത അവാക്സ് വിമാനവും തകർന്നിരുന്നു. ഈ വ്യോമതാവളം ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഹാങ്ങറിൽ മറ്റു യുദ്ധവിമാനങ്ങളും സൂക്ഷിച്ചിരുന്നു.
എന്നാൽ ഇവയെ ഇന്ത്യ കണക്ക് കൂട്ടിയിട്ടില്ല. അവയ്ക്ക് സാരമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ വിമാനങ്ങൾ ഇതുവരെ പാകിസ്ഥാൻ നീക്കം ചെയ്യുകയോ ഇവിടെ നിന്ന് തകർന്ന അവശിഷ്ടങ്ങൾ പുറത്തേക്ക് മാറ്റുകയോ ചെയ്തിട്ടില്ല. പാക് യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടുന്നതിന്റെ ഇലക്ട്രോണിക് വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം മിസൈൽ ഏറ്റ് ഈ യുദ്ധവിമാനങ്ങൾ റഡാറിൽ നിന്ന് അപ്രതീക്ഷിതമാകുന്നത് വ്യക്തമാണ്. പഞ്ചാബ് പ്രവിശ്യയിലെ വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിലാണ് C-130 എന്ന മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനം തകർന്നത്. ഡ്രോണുകൾക്ക് പുറമെ ഇന്ത്യ കൂടുതലും ഉപയോഗിച്ചത് വിമാനത്താവളങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന ക്രൂയിസ് മിസൈലുകളായിരുന്നു. ബ്രഹ്മോസ് മിസൈലുകൾ കൂടുതൽ പ്രയോഗിച്ചിട്ടില്ല. പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ തടുക്കാൻ റഫേൽ വിമാനങ്ങളും Su-30 വിമാനങ്ങളും ഉപയോഗിച്ചു. ഇതിലൂടെ നിരവധി ചൈനീസ് നിർമ്മിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ഡ്രോൺ ആയ വിംഗ്ലു ഇന്ത്യ തകർത്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ഇത്തരത്തിൽ 10 ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമസേന തകർത്തു. പ്രതീക്ഷിച്ചതിലും വലിയ നാശമാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയതെന്നാണ് വിവരം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും നൽകുന്ന വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 6 ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതു മുതൽ തുടങ്ങിയ സംഘർഷം മെയ് 10 അവസാനിച്ചത്. അതേസമയം തന്നെ NDA സർക്കാരിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 4:30 യോഗം ചേരുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യോഗത്തിൽ ചർച്ച നടക്കും. സഹമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണിത്. 33 രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കുന്നതിന്റെ ഭാഗമായി സന്ദർശനം നടത്തിയ പ്രതിനിധി സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാണും. അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് റിപ്പോർട്ട്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രതിനിധി സംഘങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്യും. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് തുറന്നുകാട്ടുക, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയോട് തന്ത്രപരമായ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിലെ യുക്തി വിശദീകരിക്കുക എന്നിവയായിരുന്നു 59 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘത്തിന്റെ ചുമതല. BJP MP ബൈജന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം മടങ്ങിയെത്തിയത്. ഇതിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിനായുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെത്തി വിശദീകരിച്ച ശേഷമാണ് BJP MP ബൈജന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരിച്ച് മടങ്ങിയെത്തിയത്. അസറുദ്ദീൻ ഒവൈസിയും സംഘത്തിൽ അംഗമായിരുന്നു. റഷ്യ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘവും ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെത്തിയ സഞ്ജയ് ഝാ നയിച്ച ജോൺ ബ്രിട്ട സംഘവും ഇന്ന് മടങ്ങിയെത്തുന്നുണ്ട്. ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് വെള്ളിയാഴ്ചയും മടങ്ങും. സംഘങ്ങളുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. അടുത്ത ആഴ്ച പ്രധാനമന്ത്രി പ്രതിനിധി സംഘങ്ങളെ കാണുന്നുണ്ട്. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുക എന്ന സന്ദേശമാണ് എല്ലാ രാജ്യങ്ങളിലും സംഘങ്ങൾ നൽകി വന്നത്.